ഞങ്ങളിവിടെ അങ്ങനെ KG എന്ന് പറഞ്ഞാൽ പ്രത്യേകം ലോകമായിട്ട് തന്നെയാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ KG വിങ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മൾ എത്രത്തോളം ആ KG വിങ്ങിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ എല്ലാ പാരൻസും മനസ്സിലാക്കും. പിന്നെ അവർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളിവിടെ ഒരു KG പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് പഠിത്തം അല്ല, അവർ വരുന്നത് ഈ സ്കൂളിൽ അവരുടെ ആ ഒരു യങ് ഏജ് സെലിബ്രേറ്റ് ചെയ്യാൻ വരികയാണ്. അപ്പോൾ അവരെ കളിയിലൂടെയും കാര്യങ്ങളിലൂടെയും പതുക്കെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കൊണ്ടുവരാൻ ചെയ്യും. ഒരു കുട്ടി സെൽഫ് കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ ആ കുട്ടി ആ ലൈഫിൽ സക്സീഡ് ആയി എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ആ സെൽഫ് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്കുള്ള ക്വാളിറ്റികൾ പിന്നീട് 1 by 1 ആയിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടുന്നു. ആ കുട്ടിക്ക് എക്സാം ആയാലും അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേജ് ഫിയർ എന്നുള്ളൊരവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല. ഏത് ഒരു കാറ്റഗറിയിലുള്ള ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ദെൻ ടീം വർക്ക്, ക്രിയേറ്റിവിറ്റി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്യാൻ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ സാധിക്കും. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ശരിക്കും ഒരു സ്കൂൾ ലീഡറും പിന്നെ ഒരു ക്ലാസ് ലീഡറും മാത്രമായിരിക്കും. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കാലങ്ങളൊക്കെ കടന്നു പോയപ്പോൾ ട്രെൻഡൊക്കെ ഒന്ന് മാറി തുടങ്ങി. അങ്ങനെയല്ലേ? ഇപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഇപ്പോൾ ഒരു കുട്ടി എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും. അവൻ്റെ എക്സാം റിലേറ്റഡ് ആയ കാര്യങ്ങൾ, കുട്ടികളുടെ ആരെങ്കിലും പഠിക്കാൻ വൈകല്യമുള്ള കുട്ടികൾ, അങ്ങനെയുള്ള നോട്ട്സ് കറക്ഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും ടീച്ചേഴ്സിൻ്റെ കൂടെ നിന്ന് അവർക്ക് വേണ്ട ഒരു മോട്ടിവേഷൻ കൊടുക്കാനും ഇത് കുട്ടികളുടെ നല്ലൊരു മാതൃകയാണ് ഉണ്ടാക്കുന്നത്. സെൻറ് ഡൊമിനിക് സ്കൂളിൻ്റെ സോഷ്യൽ സർവീസ് ക്ലബ് കോർഡിനേറ്റർ വിനീഷ് CP ആണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. സാർ നമസ്കാരം. നമസ്കാരമേ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മളൊക്കെ പഠിക്കുമ്പോൾ സത്യത്തിൽ ഒരു സോഷ്യൽ സർവീസ് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഒരു ടീച്ചർമാരൊന്നുമില്ല, ഒരു ടീമൊന്നും ഉണ്ടാവില്ല. നമ്മളെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സാറോ ടീച്ചറോ ഒക്കെ ആയിരിക്കും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ കാലം മാറി ഇപ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സെൻറ് ഡൊമിനിക് സ്കൂളിൽ ഒരു സോഷ്യൽ സർവീസ് ക്ലബ്ബുണ്ട്. അപ്പം അതിൻ്റെ കോർഡിനേറ്റർ ആണല്ലോ താങ്കൾ. അപ്പോൾ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? ഏത് രീതിയിലൊക്കെയാണ് കുട്ടികൾക്ക് അതൊരു സഹായമാവുന്നത്? മാം, നമ്മുടെ സ്കൂളിൽ സ്നേഹസ്പർശം എന്ന പേരിൽ ഒരു സോഷ്യൽ സർവീസ് ക്ലബ്ബ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ വക പ്രിൻസിപ്പൽ, അതുപോലെ സ്റ്റാഫ്, അതുപോലെ PTA, പാരൻസ്, ഇവരെല്ലാവരും നല്ല സഹകരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് സ്കൂളിൻ്റെ പരിസരത്താണെങ്കിലും ദൂരെയുള്ള പ്രദേശങ്ങളാണെങ്കിലും പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആവശ്യങ്ങളുള്ള കുട്ടികൾക്കും അവർക്ക് വേണ്ട സാധനങ്ങൾ, രോഗികളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും അവർക്ക് വേണ്ട സാധനങ്ങൾ ഇതെല്ലാം എത്തിച്ചു കൊടുത്ത് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഞങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചു പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ക്ലബിൻ്റെ മെയിൻ മോട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് ഷെയർ ആൻഡ് കെയർ എന്നതാണ്. അതിലുദ്ദേശിക്കുന്നത് ഇപ്പോൾ കുട്ടികൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ഗ്രോസറി ഐറ്റംസ് ആണെങ്കിലും ക്ലോത്ത് മെറ്റീരിയൽസ്, നമ്മൾ എന്താണ് ആവശ്യമുള്ളത്, ഈവൻ മെഡിസിൻ, അങ്ങനെയുള്ള വെജിറ്റബിൾസ്, ഇതെല്ലാം അവർ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവന്ന് ഞങ്ങളതിന് വേണ്ടി നല്ലൊരു വിങ് തന്നെ ഉണ്ട്. ഞങ്ങളെല്ലാ ടീച്ചേഴ്സ് എല്ലാവരും ഒരുമിച്ച് നിന്ന് അതൊരു ഭാഗത്ത് സ്റ്റോർ ചെയ്ത് സോർട്ട് ചെയ്ത് ഇപ്പോൾ അടുത്താണെങ്കിലും ദൂരെയാണെങ്കിലും ഞങ്ങളത് അവർ വീട്ടിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ എത്തിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകാൻ ഞങ്ങൾ പലതവണ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ടത് നമ്മുടെ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂൾ ഒരു ലഹരി വിമുക്ത സ്കൂളാണ്. നമുക്ക് ഒരു കേസിലും നമുക്ക് ഇന്നേ വരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിനെന്താണെന്ന് വെച്ചാൽ നമുക്ക് വിമുക്തി ക്ലബ്ബ് പറഞ്ഞ ഒരു സബ് ക്ലബ്ബ് ഇതിനകത്ത് വരുന്നുണ്ട്. അതിൽ കുട്ടികൾക്ക് ഈ അവയർനെസ് ക്ലാസ്സുകൾ, മെയിനായിട്ട് ലഹരി ഉപയോഗിച്ചാൽ അതിൻ്റെ ദോഷങ്ങൾ എന്താണ്, അതുമായി നമുക്ക് ഭാവിയിൽ സംഭവിക്കുന്ന ഫിസിക്കൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ടീച്ചേഴ്സും പുറമെ നല്ല റിസോഴ്സ് പേഴ്സൺസിനെ കൊണ്ടുവന്ന് നമ്മൾ നല്ല ക്ലാസ് കൊടുത്ത് അങ്ങനെ കുട്ടികൾക്ക് എപ്പോഴും നല്ലൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഗാന്ധി ജയന്തി റിലേറ്റഡായിട്ട് നമ്മളൊരു സേവന വാരമായിട്ട് ഒരാഴ്ച കൊണ്ട് നടക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ സ്കൂളും പരിസരവും തൊട്ടടുത്തുള്ള പഞ്ചായത്തിൻ്റെ അതുപോലെ ഹെൽത്ത് സെൻറ്റേഴ്സ് അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ കുട്ടികളിൽ ഒരു സഹകരണ ഭാവം, ഒരു ലീഡർഷിപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ രീതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനം തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതിൽ ക്ലബ് മെമ്പേഴ്സ് ഉണ്ടാവാം, മിനിസ്റ്റേഴ്സിൻ്റെ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, സ്പോർട്സ് മിനിസ്റ്റർ, അങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റുകളെല്ലാം കൊടുത്ത് കുട്ടികളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യം ഞങ്ങൾ സ്കൂളിൽ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ശരിക്കും ഒരു സ്കൂൾ ലീഡറും പിന്നെ ഒരു ക്ലാസ് ലീഡറും മാത്രമായിരിക്കും. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കാലങ്ങളൊക്കെ കടന്നു പോയപ്പോൾ ട്രെൻഡൊക്കെ ഒന്ന് മാറി തുടങ്ങി. അങ്ങനെയല്ലേ? അതെ. ഇപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, അപ്പോൾ ഒരു കുട്ടി എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും. അവൻ എക്സാം റിലേറ്റഡായ കാര്യങ്ങൾ, കുട്ടികളുടെ ആരെങ്കിലും പഠിക്കാൻ വൈകല്യമുള്ള കുട്ടികളെ, അങ്ങനെയുള്ള നോട്ട്സ് കറക്ഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും ടീച്ചേഴ്സിൻ്റെ കൂടെ നിന്ന് അവർക്ക് വേണ്ട ഒരു മോട്ടിവേഷൻ കൊടുക്കാനും, ഇത് കുട്ടികളിൽ ഒരു മാതൃകയാണ് ഉണ്ടാക്കുന്നത്. അവർക്ക് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളെ അട്ടപ്പാടി ഭാഗം പോലെയുള്ള പിന്നോക്കം ഏരിയ നിൽക്കുന്ന ഊരുകളിൽ പോയി അവിടുത്തെ സ്കൂളുകളിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ കുട്ടികൾക്ക് എന്താണോ ഇല്ലാത്തത് ആ സാധനങ്ങൾ നമ്മൾ ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിന്ന് അത് നമ്മൾ ശേഖരിച്ച് അവിടെ കൊണ്ടുപോയി അവർ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലൊരു പാട്ടും കളിയും ചിരിയെല്ലാം ആയിട്ട് അങ്ങനെ തിരിച്ചു വരാറുണ്ട്. അങ്ങനെ നല്ലൊരു റോൾ മോഡലായിട്ട് നമ്മൾ സ്കൂളിലെ ഈ സോഷ്യൽ സർവീസ് ക്ലബ്ബ് നന്നായിട്ട് പോകുന്നുണ്ട്. അതിന് മാനേജ്മെൻറ്റ് ഭാഗത്താണെങ്കിലും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്രിൻസിപ്പൽ ഭാഗത്താണെങ്കിലും നല്ല സഹായം, നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും സർ. നൗ ഇംഗ്ലീഷ് ടീച്ചർ പൂർണിമ ഉണ്ണികൃഷ്ണൻ ഹാസ് joined us. Ma'am, welcome. Welcome to our school. Thank you. Does strong English communication truly provide us advantages beyond academics? What I feel is that English should not be treated as a trend. What is happening is in our society, we are treating it as a sort of a trend. Actually, it is not a trend. It's a tool. It's something which empowers our students to reach the global arena. What happens is when our students, when they reach the global arena, when they face their interviews or their debates or they're going to global stages for different things, how do you empower them? And that is English for us. That is how we've treated English in this school, in St. Dominic's. We've always treated English as a sort of a fundamental tool in the hands of the students, that when they go out into the world, they should be able to project themselves in the best way. And it also kind of opens up gates for them. Atharim, when they go to different avenues, avare oru special oru edge it is providing. Because English, as we all know, it's the global language, right? Yeah. It's what connects the people of the world. So when children from here, when they reach different places, they should be able to put in their best foot forward. So that is what we are doing here. We treat English like that. We treat it with the kind of respect, and we provide that tool to our students so that they have that edge, and they have that. When they go, they are that confident, they are able to present themselves in a notch apart from the rest of the students, I feel. Yeah. So, what distinguishes your school's approach to English from others? So what I feel is that English should not be taken as a classroom subject. It should not be restricted to the classroom. It has to go beyond the classroom. So our students, we empower them. We have, even from the morning itself, the way they come and present their assembly, or when they attempt all these inter-school debates or other competitions, they are able to project themselves that nicely, and they're winning accolades and awards because of the way we are training them from the younger years itself. We have competitions like your book reviews or your show and tell. From the primary level itself, our teachers, we form such a strong group of teachers here in the English department that we are able to project them in the best way possible. Their English caliber and their potential in English is explored from the younger years itself. When they are a child itself, they are able to present themselves that nicely, so it becomes like a natural subject for them. It's not something they're treating as something differently. See, what happens is, like especially in Kerala, a lot of us think in Malayalam. And when they translate it, what happens is the process called transliteration. So they're thinking in Malayalam and they're speaking in English. So they become stiff and they're not able to speak properly. They're not able to present their ideas forward that confidently. What happens here is, from the younger years itself, we are training them in different forms.
like your anchoring roles or your debate competitions, or all these things are happening here. And when they go on to other platforms in inter-school level or in state level itself, they're winning the prizes because of this. Because of the strong group of teachers here, I feel that they are the foundation. Like, because of them, the communication gap is reduced that much. So they are thinking in English and also presenting their ideas confidently in English. And which is why in any platform in the world, once they move out of these gates, once they go on to different places, they are able to achieve great things. Ma'am, now many students hesitate to speak in English now, right? Yeah. So how do you transform that hesitation into stage confidence? So what we do here is we make English as a very comfortable language for them from the younger years itself. From their elementary level, from the way up, they are already talking and feeling and thinking in English. So because of that, they have that added advantage. They don't feel that hesitancy as much. So the parents here, when recently there was an annual day function for the younger kids, there was a UKG graduation. So the parents, their feedback was that marvelous. They said that they were shocked that they were able to see. We had a young child artist as the chief guest. She also presented that idea that the students here, they are able to communicate so nicely in English. When they come forward and they present their anchoring, all are marveling like how good they are. So that is that is the level of comfort we create from the younger years itself. So by the time they are in senior secondary and all, they're already that confident. So that that natural progression happens. It's not treated as a separate task that they have to speak in English. And because of that, it's naturally coming to them and they're able to talk that nicely. That is my take on this. Like, it has to happen like that everywhere, I think. Like, if you treat it as a separate subject, you will be stiff in the way you're approaching English. It has to flow. It has to come to you naturally. That is the idea, what I believe in. Thank you. ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളായിക്കോട്ടെ വലിയവരൊക്കെ ആയിക്കോട്ടെ, ചിലരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ തപ്പും, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് പറയും. പക്ഷെ നമ്മുടെ സെൻറ്റ് ഡൊമിനിക്കിലെ കുട്ടികളെ സംബന്ധിച്ച് അവരൊരു മദർ ടങ്ക് പോലെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ് വരാന്തയിൽ കൂടെ ഒക്കെ നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നിലെ ഒരു മാജിക് എന്താണ്? So like I said before, that process called transliteration. What happens is, ഞങ്ങൾ ആദ്യം മലയാളത്തിൽ തിങ്ക് ചെയ്ത് പിന്നെ ഇംഗ്ലീഷിൽ അത് പറഞ്ഞു വരുമ്പോൾ the idea is lost. And that kind of hesitation steps in. So this we have to tackle from the younger years itself. And that is what we do at St. Dominic actually. Like, from that first day when the child lands here, our KG thota, first class lirikana thota, when they reach that 12th, by that time we build in them the kind of confidence to see English as something which is very neutral, something which is every day for them. It's not something which is like separate from their mother tongue or anganella. We don't believe in reducing the value of the mother tongue. We believe in adding on, supplementing it with the confidence that the child has to face the greater world. Okay. അപ്പോൾ what happens is, ആദ്യം വന്നിരിക്കുമ്പോൾ തന്നെ when they start learning their cursive words, from that stage itself we are training them, like through different competitions or the way the teacher itself will interact with the child. That confidence is inbuilt in the child. By the time they reach 12th standard, they are able to communicate freely and effortlessly. And they're totally prepared to face the wonders of the world, I feel. Like, they are because what happens is English kind of opens up those special avenues, right? But ഞങ്ങൾക്ക് ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയി പോകും. അല്ലെങ്കിൽ English is the only way in which we can engage with the world, and the only way which we can acquire the kind of knowledge that only English can give access to. So English in that way, we can have all the knowledge, but without communication, it kind of falters, especially in the world that we are moving towards. With the advent of the AI or everything, I feel communication-based jobs will be that much more important. So English has to be given that kind of importance, and which is what we do here. We are always looking towards how to improve the child's communication skills so that they are better prepared, and that is reflected in the way they appear in their competitions, in your inter-school competitions, in your English fest or Sahodya, for that matter, any of the competitions, you can see the kind of edge that these students have. When they face the world, that brand for us, that is the only thing we are aiming for. Our strong team of teachers is here. We are here for your child. We are here to make sure that they're ready for the next whatever years that they'll be here, and for the world which is beyond that. സെൻറ്റ് ഡൊമിനിക് സ്കൂളിൻ്റെ CCA ഇൻചാർജ് തുളസി A ആണ് ഇനി സ്കൂൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമസ്കാരം ടീച്ചർ. നമസ്കാരം. ഒരു
സ്കൂളിൻ്റെ CCA എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒപ്പം തന്നെ അതെങ്ങനെയാണ് നമ്മുടെ സെൻറ്റ് ഡൊമിനിക് സ്കൂളിൽ കൈകാര്യം ചെയ്യുന്നത്? നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കൂൾ പഠനം എന്നുള്ളത് ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ സ്കൂളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ് CCA. ഇത് നമ്മുടെ സ്കൂളിൽ മാത്രമല്ല, എഡ്യൂക്കേഷൻ മിനിസ്ട്രി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള NEP 2020 പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷൻ ഈസ് not only concentrating the textbooks, exams or marks. Yes. So it is the holistic development of a child. So in order to achieve that, we have to do some practices in our school. So that we started it. That is what CCA, co-curricular activities. ഇന്നത്തെ കാലത്ത് നമ്മുടെ സ്കൂളുകളിൽ ഈ CCAയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് ടീച്ചർ? CCA എന്നുള്ളത് പഠനത്തോടൊപ്പം തന്നെ, അല്ലെങ്കിൽ പഠനത്തിനേക്കാൾ ഒരുപടി മുന്നിലായി നമുക്ക് വയ്ക്കാവുന്ന ഒരു പരിപാടിയാണ്. കാരണം ക്ലാസ് മുറികളിലെ പഠനത്തേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് കൂടുതൽ താല്പര്യമുള്ളതും അല്ലെങ്കിൽ കൂടുതൽ പഠനാനുഭവങ്ങൾ കൊടുക്കുന്നതും അവർക്ക് എപ്പോഴും ക്ലാസ് മുറിക്ക് പുറത്തുള്ള അനുഭവങ്ങളോ അവരുടെ എക്സ്പീരിയൻസസോ ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ അനുഭവങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി, അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിൽ ഒരുപാട് പരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് പോയിൻ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയാവുന്നത് സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കുട്ടി സെൽഫ് കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ ആ കുട്ടി ആ ലൈഫിൽ സക്സീഡ് ആയി എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ആ സെൽഫ് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്കുള്ള ക്വാളിറ്റികൾ പിന്നീട് 1 by 1 ആയിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടുന്നു. ആ കുട്ടിക്ക് എക്സാം ആയാലും അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേജ് ഫിയർ എന്നുള്ളൊരവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല. ഏത് ഒരു കാറ്റഗറിയിലുള്ള ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ദെൻ ടീം വർക്ക്, ക്രിയേറ്റിവിറ്റി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്യാൻ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ സാധിക്കും. ഏതൊരു ആക്ടിവിറ്റിയാണോ ഒരു കുട്ടി സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ കുട്ടിയുടെ ഈച്ച് ആൻഡ് എവരി സ്റ്റുഡൻറ്റ് ഈസ് യുണീക്ക്. സോ അവരുടെ കഴിവുകൾ ഏതിലാണോ അവർക്ക് കൂടുതൽ എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നത് അതറിഞ്ഞ് ആ കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി നമ്മുടെ സ്കൂളിൽ സെലക്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ടീം വർക്ക് എന്ന് പറയുമ്പോൾ കുട്ടികൾ ഒരുമിച്ച് കൂടിയിരുന്ന, ഇത് CCA മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ഏത് ആക്ടിവിറ്റികളായാലും, ഇപ്പോൾ ക്ലബ്ബ് വർക്കായാലും ഡിബേറ്റ്സ് ആയാലും എന്ത് തന്നെ ആയാലും ആ കുട്ടികൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടീം വർക്ക്, അത് സെൽഫ് കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്. ക്രിയേറ്റിവിറ്റി സ്കില്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പറഞ്ഞു. ദെൻ അവർക്ക് ഉണ്ടാവാവുന്ന അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഫെയിലിയേഴ്സൊക്കെ അവർ എങ്ങനെ തരണം ചെയ്യാം, ഒരു സ്ട്രെസ് ഫ്രീ അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അഡിക്റ്റഡ് ആയ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ടും അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുനിന്ന് വേറെ ഏതൊക്കെ മേഖലകളിൽ അവർക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനോടുള്ള ഒരു ഉദാഹരണമാണ് നമ്മുടെ സ്കൂളുകളിൽ നടത്തി വരുന്നത്. ഓക്കെ. ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ അറിവ് മാത്രമല്ല കഴിവ് കൂടി ഒരു കുട്ടിയിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്നു എന്ന് പറയുന്നു. അങ്ങനെ കഴിവ് കണ്ടെത്തിയ അല്ലെങ്കിൽ ടീച്ചറെ അത്ഭുതപ്പെടുത്തിയ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ സെൻറ്റ് ഡൊമിനിക്കിലുണ്ടോ? തീർച്ചയായും ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല, അത് ഒരുപാട് കുട്ടികളുണ്ട്. അത് പല ഐറ്റത്തിലായിട്ട് പല പ്ലാറ്റ്ഫോമിലായിട്ട് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കോമ്പീറ്റ് ചെയ്ത് സ്റ്റേറ്റ് ലെവൽ വരെ എത്തിയ ആർച്ചറി സ്റ്റുഡൻസ് ഉണ്ട്, ഡിസ്ട്രിക്ട് ലെവൽ വരെ എത്തിയ ഈവൻ KG മുതലുള്ള കുട്ടികളാണ് ഞാൻ പറയുന്നത്. സ്കേറ്റിങ്ങിൽ കിട്ടിയിട്ടുണ്ട്, കരാട്ടയിൽ സ്റ്റേറ്റ് ലെവൽ നമുക്ക് കുട്ടികൾ വിന്നേഴ്സ് ആയിട്ടുണ്ട്. ഒരുപാട് കുട്ടികളുണ്ട്. ഓരോ വർഷവും പുതിയ പുതിയ ടാലൻസ് അവർ എക്സിബിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവരുടെ കഴിവുകൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ക്ലാസ് മുറികളിൽ നമ്മൾ അവരെ അങ്ങനെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഈ CCAയിലൂടെ നമുക്ക് ഓരോ കുട്ടികളുടെയും അവരുടെ പ്രത്യേക കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ CCAയുടെ ഒരു ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഏത് രീതിയിലാണ് ഇവിടുത്തെ? നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവറി തേഴ്സ്ഡേ വൺസ് ഇൻ എ വീക്ക് ഒരു പ്രത്യേക ടൈമിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 1 hour ആണ് ഓരോ കുട്ടിക്കും കിട്ടുക. നമുക്ക് 13 ഐറ്റം ആണുള്ളത്. അപ്പോൾ 1 hourൽ 1 child can select 1 item. Which one he or she is interested, they can select 1 item and they will be getting 1 hour every Thursday. And very interestingly, they are coming on Thursday with their equipments, necessary things for either skating shoe or archery items or chess board, everything. So that day we have to see the pleasure or their face. From the face we have to see that happiness, because they are going out for at least 1 hour from the classrooms. ഓക്കെ. ഇപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ CCAയുടെ ഭാഗമായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് സെൻറ്റ് ഡൊമിനിക് സ്കൂൾ? ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. അറൗണ്ട് 13 ആക്ടിവിറ്റീസ്. അതിലൊരെണ്ണമാണ്
സെലക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. KG മുതലുള്ള കുട്ടികൾക്ക് 8ാം ക്ലാസ്സിൽ KG മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നമ്മളിവിടെ കൊടുക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഒന്ന് യോഗ, സ്കേറ്റിംഗ്, ചെസ്സ്, ആർച്ചറി, വെസ്റ്റേൺ ഡാൻസ്, ക്ലാസിക്കൽ മ്യൂസിക്, ദെൻ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കീബോർഡ് ഉണ്ട്, ഗിത്താർ, വയലിൻ, ദെൻ ഡ്രംസ് ടു. ഓക്കെ, ഇത്രയും ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. യോഗയുണ്ട്. അപ്പോൾ ഓരോ ഐറ്റത്തിലും ആണെങ്കിൽ ഇപ്പോൾ യോഗയും കരാട്ടയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം മെൻ്റലി ആൻഡ് ഫിസിക്കലി ദേ വിൽ ബി ഫിറ്റ് ആഫ്റ്റർ ഡൂയിങ് ദാറ്റ് ആക്ടിവിറ്റി. ആൻഡ് ചെസ് ആണെങ്കിൽ ദർ വിൽ ബി ഹാവിങ് എ കോപ്പറേഷൻ ഓർ ഷെയർ ആൻഡ് കെയർ എന്നുള്ളൊരു മെൻറ്റാലിറ്റി കുട്ടികൾക്ക് വരും. ദെൻ തിങ്കിങ് സ്കിൽ, ക്രിറ്റിക്കൽ തിങ്കിങ്, എവറിത്തിങ് വിൽ ബി ക്രിയേറ്റിംഗ് ഓർ ഡെവലപ്പിംഗ് ബൈ ഡൂയിങ് ദിസ്. ആൻഡ് ആർച്ചറി അതേ നമുക്കറിയാം കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നല്ല ഐക്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഐറ്റമാണ് ആർച്ചറി. സ്കേറ്റിംഗ് നമുക്കറിയാം, ചെറിയ പിള്ളേരൊക്കെ സ്കേറ്റിംഗ് ഷൂവിൽ നിന്ന് അവർ റൈഡ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഈവൻ KG ഓൺവേർഡ്സ് ദേ ആർ പ്രാക്ടീസിങ് ഓവർ ഹിയർ. നമുക്ക് ഈ UP ഹൈസ്കൂളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ ഈ കാര്യങ്ങൾ നമുക്ക് നോക്കാം. പക്ഷേ ഈ KGയിൽ പഠിക്കുന്ന കുഞ്ഞു മക്കളൊക്കെ ഈ സ്കേറ്റിംഗ് ചെയ്യുക, അതെങ്ങനെയാണ്? അത് ഒരു കാണുമ്പോഴുള്ള ഒരു സന്തോഷം, നല്ല കൗതുകമുള്ളൊരു കാര്യമാണ് അത്. നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. CCAയുടെ ഒരു എക്സ്പോ സ്കൂളിൽ നടത്തിയിരുന്നു. എന്നാണ് നമുക്ക് ബൾക്കായിട്ട് അല്ലെങ്കിൽ ഓൾ ദ ചിൽഡ്രൻ അറ്റ് എ ടൈം ദേ വെയർ ഡൂയിങ് ഡിഫറെൻറ്റ് ഐറ്റംസ് അറ്റ് ഡിഫറെൻറ്റ് വെന്യൂസ്. സോ ദാറ്റ് ടൈം ആൻഡ് ഓൾ very fantastically they were doing that. So that kids, it is very what we are to tell. നല്ല ഭംഗിയായിരുന്നു, അല്ലെങ്കിൽ കാണാൻ നല്ല കൗതുകമായിരുന്നു. ആ വീഡിയോ ഞങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യോഗ എന്നുള്ളത് നമുക്കറിയാം ഫിസിക്കലി ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ പവർ കൂട്ടാനും ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടാനും മെൻ്റലി ഓൾസോ അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ആക്ടിവിറ്റികളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിലൊരെണ്ണമാണ് ഒരു കുട്ടി സെലക്ട് ചെയ്യുന്നത്. അതിനുള്ള പ്രാക്ടീസ് വീട്ടിൽ ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും നമുക്ക് വളരെ ഏബിൾഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടീച്ചേഴ്സും അതിൻ്റെ ഇൻചാർജുകളെടുത്ത് ഈ ട്രെയിനേഴ്സിൻ്റെ ഒപ്പം നിന്ന് എല്ലാ കുട്ടികൾക്കും വേണ്ട സഹായവും ചെയ്ത് തേഴ്സ്ഡേ എന്ന് പറയുന്നത് വളരെ ആക്ടിവേറ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ് സെൻറ്റ് ഡൊമിനിക്സിൻ്റേത്. ഓക്കെ, സെൻറ്റ് ഡൊമിനിക് സ്കൂളിലെ ടീച്ചർ സജിനയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. ടീച്ചർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ LP സ്കൂൾ അല്ലെങ്കിൽ KG സെക്ഷൻ, അപ്പം അവരെ സംബന്ധിച്ച് നമ്മൾ മടി കൂടാതെ അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരിക, അവരെ സന്തോഷിപ്പിക്കുക, ഇതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് സെൻറ്റ് ഡൊമിനിക് സ്കൂൾ അത് കൈകാര്യം ചെയ്യുന്നത്? അതിന് പിന്നിലെ മാജിക് എങ്ങനെയാണ്? KG കുട്ടികളെ നിങ്ങൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്? ഞങ്ങളിവിടെ അങ്ങനെ KG എന്ന് പറഞ്ഞത് പ്രത്യേകം ലോകമായിട്ട് തന്നെയാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ KG വിങ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മൾ എത്രത്തോളം ആ KG വിങ്ങിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ എല്ലാ പാരൻസും മനസ്സിലാക്കും. പിന്നെ അവർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളിവിടെ ഒരു KG പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് പഠിത്തം അല്ല, അവർ വരുന്നത് ഈ സ്കൂളിൽ അവരുടെ ആ ഒരു യങ് ഏജ് സെലിബ്രേറ്റ് ചെയ്യാൻ വരികയാണ്. അപ്പോൾ അവരെ കളിയിലൂടെയും കാര്യങ്ങളിലൂടെയും പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കൊണ്ടുവരാൻ ചെയ്യുന്നത്. അവർക്ക് എക്സ്ക്ലൂസീവ്ലി ഒരു KG പാർക്കുണ്ട്, നമുക്ക് എക്സ്ക്ലൂസീവ്ലി ആയിട്ടൊരു KG വിങ് തന്നെയുണ്ട്. പിന്നെ KG ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ പ്രിൻസിപ്പൽസ് ആയാലും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയാലും ഫ്രീക്വൻ്റ്ലി മീറ്റ് ചെയ്യുകയും ഫ്രീക്വൻ്റ്ലി മോണിറ്ററിങ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. പിന്നെ നമ്മളിവിടെ പ്രത്യേകമായി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ ഒരു മാസം ആ ടീച്ചേഴ്സും കുട്ടികളും ഒരു ഫാമിലി ആയിട്ട് ഇവിടെ കഴിയുക ചെയ്യുന്നത്. അത് നമ്മൾ വന്ന ഉടനെ തന്നെ ABCD 1 2 3 ഒന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല. മിനിമം ഒരു 20 അല്ലെങ്കിൽ ഒരു 25 വർക്കിംഗ് ഡേയ്സ് അവർ കംഫർട്ടാവും പരസ്പരം. എന്നിട്ടാണ് നമ്മൾ പതുക്കെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ KG ഒരു LKG കഴിഞ്ഞ് UKGയിൽ വരുമ്പോൾ നമ്മളൊരു UKG ഗ്രാജുവേഷൻ ഡേ കണ്ടക്ട് ചെയ്യും ഇവിടെ. അതിൻ്റെ ആങ്കറിങ് തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഈ KGയിലെ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ആ ഒരു ഇതെല്ലാം കാണുന്ന പേരൻസാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ. നമ്മൾ സാധാരണ രീതിയിൽ ഈ KG സെക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ KG സെക്ഷനിലെ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു 3 ദിവസമൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ചിലപ്പോൾ സ്കൂളിലേക്ക് വരും. പിന്നെ ഒരു അല്പം കരച്ചിലും മടിയൊക്കെ ആവും. അപ്പോൾ ഈ സ്കൂളിലേക്ക് കടന്നു വരുന്ന ഇത്രയും ചെറിയ മക്കളോട് നമുക്ക് ഉപദേശിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ നമുക്ക് ഒന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളോട് ഒരു സമീപനം പാലിച്ച് അവരെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് ടീച്ചർമാർ? അതെ, അത് കൈകാര്യം ചെയ്യുന്നതിൽ
അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നമുക്കിവിടെ ഉള്ളത്. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ വെറുതെ റൗണ്ട്സിനൊക്കെ പോകുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ടീച്ചർ വന്നിട്ടില്ല, എൻ്റെ ടീച്ചർ വന്നിട്ടില്ല, എൻ്റെ ടീച്ചർക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ഒരു വലിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർ എന്ന നിലയിൽ ചിലപ്പോഴൊക്കെ നമ്മളൊരു അസൂയയും കൂടി ഉണ്ടാക്കി പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്രയും നന്നായിട്ടും എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഏതൊരു സ്കൂളിലും ശരിക്കും സ്പോർട്സ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആർട്സും. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ആർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്തെല്ലാം ഫെസിലിറ്റീസ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ആർട്സിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്? നമ്മളിവിടെ ഇങ്ങനെ ആർട്സ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേ കണ്ടക്ട് ചെയ്യും. അതിൻ്റെ ഓർഗനൈസേഷൻ തൊട്ടിട്ട് എവറിത്തിങ് നമ്മുടെ കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത്, സീനിയർ കുട്ടികൾ. സോ ദാറ്റ് അവർ തന്നെ കുട്ടികളെ സെലക്ട് ചെയ്യുന്നു, അവർ തന്നെ ട്രെയിൻ ചെയ്യിക്കുന്നു, അവർ തന്നെ എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടാക്കി തരുന്നു. നമ്മളത് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി. കാരണം ഈ സീനിയർ കുട്ടികൾക്കും അതൊരു വലിയൊരു എക്സ്പോഷറാണ്. ഒരു ഇവൻറ്റ്, ഒരു കാര്യങ്ങൾ എന്നെ കണ്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു ലീഡർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇങ്ങനെയുള്ള ഓരോ ഇവൻറ്റ് നമ്മൾ അവരെ ഏൽപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവ്ലി ആർട്സ് ഡേ കണ്ടക്ട് ചെയ്യും, ലിറ്റററി ഡേ കണ്ടക്ട് ചെയ്യും, അതിലൊക്കെ കുട്ടികൾ പെർഫോം ചെയ്യും. പിന്നെ വർഷങ്ങളായിട്ട് നമ്മുടെ സ്കൂൾ തന്നെയാണ് ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിലായാലും സ്റ്റേറ്റ് ലെവലിലായാലും നമ്മൾ അത്രയും പോയിൻറ്റ്സൊക്കെ സ്കോർ ചെയ്യുന്ന പാലക്കാട് ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സ്കൂൾ തന്നെയാണ്. അതൊക്കെ നമ്മുടെ കുട്ടികളുടെ ആർട്സ് പരമായിട്ടുള്ള കഴിവും അത് നമ്മളിവിടെ കൊടുക്കുന്ന അവർക്കുള്ള ഓരോ എക്സ്പീരിയൻസസുമാണ്. ഞാൻ നേരത്തെ CCAയുടെ ടീച്ചറുമായിട്ട് ജസ്റ്റ് സംസാരിച്ചപ്പോൾ, തുളസി മാമുമായിട്ട് സംസാരിച്ചപ്പോൾ മാം പറഞ്ഞു അത്ഭുതപ്പെടുത്തിയ ഒരുപാട് പ്രതിഭകൾ ഈ സ്കൂളിലുണ്ടെന്ന് പറഞ്ഞു. ടീച്ചർക്ക് എന്താണ് അതിനോടുള്ള അഭിപ്രായം? ടീച്ചർ അങ്ങനെ എത്ര പേരെ നമ്മുടെ ഈ സ്കൂളിൽ കണ്ടിട്ടുണ്ട് കുട്ടികൾ? ഇപ്പോൾ നമ്മളുടെ സ്കൂളിൽ ഇപ്പോൾ ഇൻസ്റ്റാ പ്ലാറ്റ്ഫോം അങ്ങനത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും കുട്ടികളൊക്കെ അത്രയും ആക്റ്റീവാണ്, അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഗ്രാജുവേഷൻ ഡേ കണ്ടക്ട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് നമ്മൾ പുറത്തുനിന്നുള്ള ട്രെയിനേഴ്സിന് വെച്ചിട്ടൊന്നല്ല ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ തന്നെ ഒരു തീം ഉണ്ടാക്കി, ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുട്ടികൾ തന്നെയാണ് ഇതിനെ എല്ലാ പ്രോഗ്രാം എല്ലാം ട്രെയിൻ ചെയ്യുകയെല്ലാം ചെയ്യുന്നത്. പിന്നെ ഈ ആർട്ട് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന പോലെ, അത് ആർട്ട് ഇൻ്റഗ്രേഷൻ ഒരു കമ്പൾസറി CBSE നമ്മളോട് NEP പ്രകാരം പറയുന്ന ഒരു കാര്യമാണ്. അത് ഒരു മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഓരോ വർഷം നമുക്ക് ഓരോ പെയറിംഗ് സ്റ്റേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഹിമാചൽ പ്രദേശാണ് കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ഛത്തീസ്ഗഡാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിന് അങ്ങനെ ഒരു പെൻ ആൻഡ് പേപ്പർ രീതിയിൽ പഠിക്കുകയല്ല അവർ ചെയ്യുന്നത്. അവരവിടുത്തെ ഫോക്ക് സോങ്സ് പഠിക്കുന്നു, ഫോക്ക് പെർഫോമൻസസ് ചെയ്യുന്നു. അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കൾച്ചറൽ അപ്രീസിയേഷൻ കൊടുക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്.